ഇത് നാടകാചാര്യൻ NN പിള്ളയുടെ ആത്മകഥയാണ്. DC ബുക്സ് പുറത്തിറക്കിയ 5ാമത്തെ പതിപ്പാണിത്. ഞാനെന്നാണ് അതിൻ്റെ പേര്. ഇതിൽ പറയുന്ന ഇദ്ദേഹത്തെ അറിയാത്ത ആരും ഇല്ലല്ലോ. ഗോഡ് ഫാദറിലെ അഞ്ഞൂറ് നമ്മുടെ സിനിമാ നടൻ വിജയരാഘവൻ്റെ അച്ഛനാണ്. ഇതിനകത്ത് പറയുന്ന പ്രധാനമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു INA പ്രവർത്തനം. INA എന്ന് പറയുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പാർട്ടിയായിരുന്നു. മലേഷ്യയിലേക്ക് ഇദ്ദേഹം ഒളിച്ചോടിയതും പിന്നെ ഭാര്യയായ ചിന്നമ്മയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് മലേഷ്യയിലെ ജാപ്പനീസ് പട്ടാളക്കാരുടെ ഒരു ക്രൂരതകളും പിന്നെ അന്ന് അനുഭവിച്ചിരുന്ന മലേഷ്യയിലെ ജനങ്ങളുടെയൊക്കെ ബർമയിലെയൊക്കെ കാര്യങ്ങളും പിന്നെ അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തിയിട്ട് ചിന്നമ്മയെ വിവാഹം കഴിക്കുന്ന അങ്ങനെ ഒരുപാട് കഥകളാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ലാസ്റ്റിൽ അദ്ദേഹം നാടക സമിതി രൂപീകരിക്കുന്നതിനെ പറ്റിയും അത് പിരിച്ചുവിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ നാടക ഇതിൻ്റെ പ്രചോദനങ്ങളും അങ്ങനെ പിന്നെ അദ്ദേഹം പരിചയപ്പെട്ട ഒട്ടേറെ വ്യക്തികളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയാണ്. വളരെ നല്ലൊരു കഥയാണ് കേട്ടോ. നമുക്ക് മലേഷ്യയിൽ നടന്ന അന്ന് 2ാം ലോക മഹായുദ്ധ കാലത്ത് നടന്ന പല കഥകളും പല ക്രൂരതകളെ പറ്റിയും പല ജപ്പാൻ്റെ സൈനിക നടപടികളും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷിൻ്റെ സാന്നിധ്യം ഗാന്ധിജിയെ പറ്റിയും സുഭാഷ് ചന്ദ്രബോസിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ അറിയാൻ നമ്മൾ ആദ്യം അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ. അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിനെ നേരിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ വിശദമായി തന്നെ യാതൊരു ഒരു കൃത്രിമത്വവും അല്ലാതെ വെച്ചുകെട്ടോ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഒരു കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെ അവസ്ഥയും എല്ലാം അദ്ദേഹം നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയോ. DC ബുക്സിൽ അവൈലബിൾ ആണ്, ആമസോണിലും അവൈലബിൾ ആണ്. ഇതിന് 620 രൂപ എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും DC ബുക്സിൽ എപ്പോഴും നല്ല ഓഫർ കിടക്കുന്നുണ്ട്. 500 രൂപയ്ക്കും 450 രൂപയ്ക്കും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഓൺലൈനായിട്ട് അല്ലാതെ പല സൈറ്റുകളിലും ഉണ്ട്. 400 രൂപ മുതൽ നിങ്ങൾക്ക് ഇത് കിട്ടും. 620 രൂപ കൊടുത്തിട്ട് മേടിക്കണം എന്നില്ല. ഇത് നല്ലൊരു കഥ. പിന്നെ സെക്കൻഡ് ഹാൻഡ് സെയിൽ വിൽക്കുന്ന സൈറ്റുകളുണ്ട്, അവിടെ നിങ്ങൾക്ക് ഇത് ലഭിക്കും. എന്തായാലും ഇത് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇതിന് ടോട്ടൽ ഒരു 600ഓളം പേജ് വരുന്നുണ്ട്. അത്രയും പേജ് നമുക്ക് ഒറ്റയിരിപ്പിന് വായിച്ച് തീർക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ലൊരു വ്യാഖ്യാന ശൈലി ഒരു എഴുത്തുമാണ് പുള്ളി സ്വീകരിച്ചിരിക്കുന്നത്.